ഇതിൽ ഇടപെടുത്താത്ത സ്ഥിതിക്ക് ഞാനായിട്ട് തന്നെ രാജുവിനെ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ പോവാ. ഋതിക കൈക്കൂലി കൊടുക്കാൻ പോവാണോ? ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു വഴിയാ. ആക്സിഡന്റിൽ അകപ്പെട്ട ആളെ ഞാൻ കാണാൻ പോവാ. കുറച്ച് സ്വർണവും പണവും ഞാൻ കരുതിയിട്ടുണ്ട്. അതയാൾക്ക് കൊടുക്കും. അതിൽ കൂടുതൽ എന്തെങ്കിലും അയാൾ ആവശ്യപ്പെട്ട അതും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ സമാധാനിപ്പിക്കും. എന്നിട്ട് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പരാതി പിൻവലിപ്പിക്കും. കേസില്ലാന്ന് പോലീസുകാരോട് പറയിപ്പിക്കും. അയാളങ്ങനെ കേസ് പിൻവലിച്ച രാജു രക്ഷപ്പെടില്ലേ? കേസില്ലെങ്കിൽ രാജുവിനെ സ്റ്റേഷനിൽ പിടിച്ചു വെക്കാൻ പോലീസുകാർക്ക് സാധിക്കില്ലല്ലോ. കൊള്ളാം, അതെ, നല്ലൊരു ബുദ്ധിയാ. പക്ഷേ അതിനു മുൻപ് സ്റ്റേഷനിൽ ചെന്ന് SIയോടൊന്ന് സംസാരിക്കണം. അപകടത്തിൽപ്പെട്ട ആൾക്ക് നേരായ വഴിക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് കോംപ്രമൈസ് ചെയ്യിക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കണം. SI അത്തരം ഒരു കോംപ്രമൈസിന് മുൻകൈ എടുക്കൂ? അത് സംസാരിച്ചില്ലല്ലേ അറിയൂ. ഞാനേതായാലും SIയെ കാണാൻ പോവാ. മാഡം ഇവിടെ നിന്നാണോ വിളിച്ചേ? നീയും ഉണ്ടായിരുന്നോ? അതെ ചേച്ചി. എന്തടി കാര്യം? രാജുവിന്റെ കാര്യം ചേച്ചി. ചേച്ചി ഒന്ന് സഹായിക്കണം. വർമ്മ സാറിന്റെ മുമ്പിൽ നിന്ന് രാജുവിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിന്ന് കേട്ടു. ഇനി ഞാനെന്ത് സഹായിക്കാനാ? ചേച്ചി സഹായിക്കണം. ചേച്ചിയോട് എനിക്കൊരു കാര്യം തുറന്ന് പറയാനുണ്ട്. പറഞ്ഞോ. ആ ആക്സിഡന്റ് അത് രാജുവിന്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല. ഞാൻ ഊഹിച്ചു. രാജു അല്ലെങ്കിൽ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് അത് സംഭവിച്ചേ? എന്റെ കയ്യിൽ നിന്ന് ചേച്ചി. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. കേസിൽ നിന്ന് രക്ഷിക്കാൻ രാജു എന്താ വർമ്മ സാറിനെ പോലും വിളിക്കാത്തതെന്ന്. രാജുവിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ മഞ്ജു ചേച്ചി സഹായിക്കണം. രാജുവിനെ രക്ഷിക്കാൻ വേണ്ടി ഋതിക മാഡം കേസ് ഏറ്റെടുക്കും. മാഡത്തിന്റെ കയ്യിൽ നിന്നാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് മാഡം തുറന്നു പറയൂ. ഋതിക മാഡം എന്തിനാ കേസ് ഏറ്റെടുക്കുന്നത്? അങ്ങനെ ഒരു കേസ് തന്നെ ഇല്ലെങ്കിൽ ആരും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ല. അപകടത്തിൽ പെട്ട ആൾക്ക് കേസൊന്നും ഇല്ലാതായ പോരെ? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? MACT കേസ്. ഇരകൾക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കിട്ടും. കമ്മീഷൻ പറ്റാൻ ഇടനിലക്കാരും കാണും. അതുകൊണ്ട് അവരൊന്നും കേസ് ഒഴിയെന്ന് തോന്നുന്നില്ല. അവർക്ക് അവിടെ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും പണം നമ്മൾ കൊടുത്താ പോരെ? അത്രയും പണം മുടക്കുമോ മാഡം? രാജുവിനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പണമോ സ്വർണമോ എത്ര വേണമെങ്കിലും കൊടുക്കാൻ ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ആക്സിഡന്റിൽ പെട്ട ആള് ഇപ്പൊ എവിടെയെന്ന് അറിയോ മാഡത്തിന്? അതൊന്നും അറിയില്ല ചേച്ചി. വണ്ടി തട്ടി ആള് റോഡിൽ വീഴുന്നതും ഒരു ആംബുലൻസ് വന്ന് ആളെ എടുത്തോണ്ട് പോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏത് ആംബുലൻസ്? അതൊരു ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലിന്റെ? ഹോസ്പിറ്റൽ നിങ്ങൾ എന്തായി പറയുന്നത്? സത്യ രാജു, അങ്ങനെ ഒരു പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ആംബുലൻസും ഇല്ല. അവരുടെ ആംബുലൻസ് കേടായിട്ട് നാളുകളായിന്ന്. ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് രാജു, അത് ഉറപ്പാ. മഞ്ജു ചേച്ചിയും ഞങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചതാ. SIക്ക് ഇതിലെന്തെങ്കിലും കള്ളക്കളി ഉണ്ടെങ്കിലും നമ്മളത് പൊളിക്കും. ഋതിക മേഡം അല്ലേ നമുക്കൊപ്പം ഉള്ളത്. പക്ഷേ മഞ്ജു ചേച്ചി കൂടെ ഇടപെട്ട അന്വേഷണം നടത്തുന്നെന്ന് പുറത്തറിയണ്ട. SI കുറ്റക്കാരനാണെങ്കിൽ മഞ്ജു ചേച്ചി പെടുത്താൻ വേണ്ടി അയാൾ ശ്രമിക്കും. എന്തു പറഞ്ഞാലും അയാളുടെ താഴെ ജോലി ചെയ്യുന്ന ആളല്ലേ മഞ്ജു ചേച്ചി. അയാൾക്ക് മുകളിലൊരു അന്വേഷണം നടത്തുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രമേ. ആദ്യം ഞങ്ങൾക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രാജു. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാന് ഞങ്ങള് ആക്സിഡന്റിൽ പെട്ടയാളെ തേടി ഇറങ്ങിയത്. അങ്ങനെ ഒരാള് പോലും ഇല്ലെന്ന്. ആ
എസ് ഐ എന്തിന്റെ പേരില് രാജുവിനെ പിടിച്ച് ലോക്കപ്പിലിട്ടത്? മറുപടി അയാൾ പറയണം. അയാളെ കൊണ്ട് നമ്മൾ മറുപടി പറയിപ്പിക്കും. ഞാൻ എന്ത് മറുപടി പറയാനാ ദീപക് സാറേ? ആ പെണ്ണുങ്ങൾ രണ്ടും കൽപ്പിച്ച വർമ്മ സാറിന്റെ മോളും കൂടി കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോ കാര്യത്തിന്റെ സീരിയസ്നെസ് സാറിന് മനസ്സിലായോ? എന്റെ തൊപ്പി തെറിക്കും സാറേ. എനിക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാ. താനിങ്ങനെ കിടന്ന് കരയാതോടോ. ഒന്നുമല്ലെങ്കിൽ താനൊരു എസ് ഐ അല്ലേ? എടോ, ഇതൊക്കെ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാളും പ്രശ്നം എനിക്കാ. ഇല്ലാത്ത ആക്സിഡന്റ് ഉണ്ടാക്കി അമ്മാവന്റെ മോളെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നെങ്ങാനും അറിഞ്ഞാ അമ്മാവനെന്നെ വീട്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കും. പിന്നെ ഋതിക ഞാനങ്ങ് മറന്നാ മതി. താനടക്കമുള്ള മൊത്തം പോലീസ് ഫോഴ്സിന്റെ ചെല്ലും ചെലവും നടത്താനുള്ള പാങ്ങുണ്ട് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മരുമോൻ സ്ഥാനത്തിന്. എന്നാ സാറ് തന്നെ ഒരു പോംവഴി പറ. ഒരു വഴിയുണ്ട്. എന്താ എന്താ സാറേ? ഞാൻ പറയുന്നതേ താൻ ശ്രദ്ധിച്ചു കേൾക്കണം. തന്നെ പേടിപ്പിക്കാൻ ഒരു ഓലപ്പടക്കമായിട്ടാ അവര് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. താൻ അവരുടെ മുമ്പിൽ ഒരു ബോംബ് പൊട്ടിച്ചാൽ അവരുടെ ശ്രദ്ധ മാറിക്കോളും. പിന്നെ ആക്സിഡന്റ് പെട്ടവനെ അന്വേഷിച്ചു പോവില്ല ആരും. എന്നാ സാർ പെട്ടെന്ന് ബോംബിങ് താ. ആ ശരി സാർ.